തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആഘോഷം കഴിയും മുമ്പേ പാർട്ടിയെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് സജ്ജമാക്കാനുള്ള പ്രവർത്തന പരിപാടിക്ക് കഴിഞ്ഞ ദിവസത്തെ വയനാട് ക്യാമ്പിലൂടെ തുടക്കമിട്ടിരിക്കുകയാണ് കോൺഗ്രസ്. 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ അമിത ആത്മവിശ്വാസം 21 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വിനയായത് നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇത് പാഠമാക്കി വളരെ കരുതലോടെ മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് വയനാട് ക്യാമ്പിലൂടെ കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആലസ്യവുമായി കഴിയാതെ തുടർ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാനുള്ള കൃത്യമായ ഒരു പദ്ധതി നേതൃക്യാമ്പ് നേതാക്കൾക്കും പ്രവർത്തകർക്കും നൽകി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തർക്കമുണ്ടാകാൻ സാധ്യതയുള്ള വിഷയങ്ങളെ കൈകാര്യം ചെയ്യാനും നേതാക്കൾ തീരുമാനമെടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ തർക്കം തുടക്കം മുതൽ, അതായത് ഏതാണ്ട് ഒരു വർഷം മുമ്പ് തന്നെ ആരംഭിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിലൊക്കെ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുമെന്ന നിലപാട് നേതാക്കൾ ആവർത്തിക്കാൻ ഒരു തീരുമാനവുമുണ്ട്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് അതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. അപ്പം ലീഗ് അടക്കമുള്ള അധിക സീറ്റ് ചോദിക്കുന്ന സാഹചര്യത്തിൽ സീറ്റ് വിഭജന ചർച്ച വേഗത്തിലാക്കി ഒരുമിച്ച് നേരത്തെ തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു പദ്ധതിക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. നമുക്ക് പരിശോധിക്കാം കോൺഗ്രസ് എങ്ങനെയാണ് ഒരുങ്ങുന്നത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയെന്ന്. ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിന്റെ വി.ഡി. സതീശന്റെ വാക്കുകൾ തന്നെയായിരുന്നു. വിസ്മയിപ്പിക്കും കോൺഗ്രസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം വിസ്മയിപ്പിക്കുമോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. അത് ഈ പ്രചാരണ സമയത്ത് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം എങ്ങനെയാണ് ഈ സീറ്റ് വിഭജനം പൂർത്തിയാക്കുക, സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കുക, പ്രചാരണ സമയത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ, ഇല്ലെങ്കിൽ ആ സമയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ തർക്കങ്ങളില്ലാതെ കാര്യങ്ങൾ പരിഹരിക്കുമോ എന്നതിനനുസരിച്ചിരിക്കും ആ വിസ്മയിപ്പിക്കൽ എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. മറ്റൊന്ന് KPCCയുടെ ആക്ഷൻ പ്ലാൻ ആണ്. പൊതുവെ എല്ലാ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായിട്ടും ഉള്ള ഇപ്പം 21 തെരഞ്ഞെടുപ്പ് നമുക്കറിയാം ചെറിയ രീതിയിൽ പാളി എന്ന് കോൺഗ്രസ് തന്നെ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. UDF-നകത്ത് വലിയ ബുദ്ധിമുട്ടുമുണ്ടാക്കിയ ഒരു കാര്യമാണ്. അപ്പം അതെല്ലാം പരിഹരിച്ചുകൊണ്ട് പോകാനായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ വയനാട്ടിൽ നടന്ന ഈ 2 ദിവസത്തെ ക്യാമ്പിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. അപ്പോൾ KPCCയുടെ ആക്ഷൻ പ്ലാൻ ആണ് നമ്മൾ പരിശോധിക്കുന്നത്. അതിൽ 100-ലധികം സീറ്റുമായിട്ട് ഭരണം പിടിക്കാനുള്ള ഒരു കർമ്മ പരിപാടിക്ക് കോൺഗ്രസ് തയ്യാറെടുക്കുകയാണ്. അപ്പം ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം അത് അനുകൂലമാകത്തക്ക വിധത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്നാണ് കോൺഗ്രസിന്റെ പ്രതികരണം ഉണ്ടായിരുന്നത്. സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം പൂർണ്ണ അർത്ഥത്തിൽ വോട്ടാക്കുന്നതിനുള്ള ഇലക്ഷൻ മാനേജ്മെന്റ് ക്യാമ്പയിൻ പ്ലാൻ രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ലക്ഷ്യവും അത് തന്നെയാണെന്ന് തോന്നുന്നു. ഈ ഭരണവിരുദ്ധ വികാരം അത് വോട്ടാക്കുക എന്നുള്ളതിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ രീതിയിൽ ഒരു ഭാഗത്ത് കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള പാർട്ടി സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. എന്തൊക്കെയാണ് അവരുടെ ഒരുക്കം എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, വിശാല ജനകീയ മുന്നണിയാകും എന്നുള്ളതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും പരിഗണന കൊടുക്കുന്ന പട്ടികയാകും കോൺഗ്രസ് കൊണ്ടുവരിക എന്നാണ് അവകാശപ്പെടുന്നത്. സാമുദായിക സന്തുലിതാവസ്ഥ പരമാവധി പരിഗണിക്കണമെന്നും വിജയസാധ്യത മാനദണ്ഡമാക്കണമെന്നും ഒക്കെയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലെ നേതാക്കളുടെ അഭിപ്രായങ്ങളും ആ രീതിയിൽ തന്നെയായിരുന്നു. മറ്റൊന്ന്, ഘടകകക്ഷികളുമായി സീറ്റുകൾ വെച്ച് മാറും എന്നുള്ളതാണ്. ലീഗ് പല സ്ഥലങ്ങളിലും നേരത്തെ തന്നെ തുടക്കത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് കടന്ന സമയത്ത് തന്നെ ലീഗ് ഈ വെച്ചുമാറലുമായി ബന്ധപ്പെട്ടൊക്കെ ചില പ്രശ്നങ്ങൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ഉദ്ദേശമാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഘടകകക്ഷികളുമായിട്ട് വെച്ചുമാറുന്നതിന് കോൺഗ്രസിന് പ്രശ്നമില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, LDF NDA മുന്നണിയിലുള്ളവരെ UDF-ലേക്ക് എത്തിക്കും എന്നുള്ളതാണ്. അത് നേരത്തെ തന്നെ പല ശ്രമങ്ങളും തുടങ്ങിയിരുന്നു. അടൂർ പ്രകാശ് നമ്മളോട് മീഡിയ വണ്ണോട് തന്നെ നേരത്തെ പറഞ്ഞിരുന്നു, പലരുമായും ചർച്ച നടത്തിയിട്ടുണ്ട്, എന്തിന് CPI-യുമായി പോലും ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞിരുന്നു. അപ്പം ആ രീതിയിൽ മുന്നണിയെ വിപുലപ്പെടുത്തുക എന്നുള്ളതാണ്. പക്ഷെ മുന്നണിയെ വിപുലപ്പെടുത്തണമോ എന്ന് തീരുമാനിക്കേണ്ടത് വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ചില നേതാക്കൾ പോയവരൊക്കെ തിരിച്ചു വരാൻ തയ്യാറായാൽ വാതിൽ കൊട്ടിയടയ്ക്കുന്ന സമീപനം UDF-ന് ഉണ്ടാകില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട്. നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ വരാൻ ആരൊക്കെ ഇനി തയ്യാറാകും എന്നുള്ളതാണ് അറിയേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നേരത്തെ പറഞ്ഞതുപോലെ സർക്കാരിനെതിരെ പ്രക്ഷോഭം നടത്തും എന്നുള്ളതാണ്. അത് പല വിഷയങ്ങളുണ്ട് എടുത്തു കാണിക്കാൻ. മറ്റൊന്ന് SIR ആണ്. SIR-ൽ ഭവന സന്ദർശനവും ഹെൽപ്പ് ഡെസ്കും. കാരണം അതാണിപ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യം. തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്നതിന് മുമ്പ് ആദ്യ പടി എന്നോണം കോൺഗ്രസ് ചെയ്യാൻ പോകുന്നത് SIR-യുമായി ബന്ധപ്പെട്ട് ഭവന സന്ദർശനം നടത്തുക, ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള, അതായത് പട്ടികയിലൊന്നും പെടാത്ത ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഹെൽപ്പ് ഡെസ്ക് വളരെ സഹായകരമായിരിക്കും. ആ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, കോൺഗ്രസ് പ്രതിനിധികളുടെ സംഗമം നടത്തുമെന്നുള്ളതാണ്. അത് പ്രവർത്തകർക്ക് കുറച്ചുകൂടി ഊർജ്ജം. കോൺഗ്രസ് പ്രതിനിധികൾ എന്ന് ഉദ്ദേശിച്ചത് ജനപ്രതിനിധികളാണ്. ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുമായി ഒരു സമ്പർക്ക പരിപാടി എന്നതുപോലെ ഒരു സംഗമം, മെഗാ പഞ്ചായത്ത് എന്ന പരിപാടിയാണ്. അത് 19-ാം തീയതിയാണ് നടക്കുന്നത്. രാഹുൽ ഗാന്ധിയാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അത് പ്രവർത്തകർക്ക് വലിയ ഊർജ്ജം ഉണ്ടാക്കുന്ന, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ ഒരു എനർജി നൽകുന്ന പരിപാടിയായിരിക്കും. മറ്റൊന്ന്, പഞ്ചായത്ത് മണ്ഡലം
മണ്ഡലം തലത്തിൽ നിശ ക്യാമ്പ് നടത്തും എന്നുള്ളതാണ്. അത് ഈ പാർട്ടിയുടെ ആലോചനകൾ, പ്ലാനുകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ ആയിരിക്കും ആ ക്യാമ്പിൽ ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുന്നു. മറ്റൊന്ന് UDF സംസ്ഥാന ജാഥ നടത്തും എന്നുള്ളത്. ഫെബ്രുവരി 6-നാണ് UDFന്റെ ആ ജാഥ തീരുമാനിച്ചിരിക്കുന്നത്. VD സതീശനാണ് ആ ജാഥ നയിക്കുന്നത്. അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആ ജാഥ പോകും. പല കാര്യങ്ങളിലും ഈ പറഞ്ഞിരിക്കുന്ന നേരത്തെ ഞാൻ സൂചിപ്പിച്ച പല കാര്യങ്ങളും ജനങ്ങളെ നേരിട്ട് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. മറ്റൊന്ന് ശബരിമലയാണ്. സ്വർണ്ണക്കൊള്ളയിലെ നിയമസഭാ മാർച്ച് അത് കുറച്ചുകൂടെ കടുപ്പിക്കുകയാണ്. നേരത്തെ തന്നെ പ്രതിപക്ഷം അതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. കാരണം പ്രതിപക്ഷം വേണ്ട രീതിയിൽ അതിൽ പ്രതികരിച്ചില്ല എന്നൊരു തുടക്കം മുതലേ തന്നെ, സ്വർണ്ണക്കൊള്ള വന്ന സമയത്ത് മുതലേ തന്നെ വേണ്ട രീതിയിൽ ഒരു പ്രതികരണം ഉണ്ടായില്ല, പ്രതിഷേധം ഉണ്ടായില്ല, അതുമായി ബന്ധപ്പെട്ടൊരു സമരം നടത്തിയില്ല, പ്രക്ഷോഭം ഉണ്ടായില്ല. പ്രക്ഷോഭമുണ്ടായില്ല എന്നൊക്കെയുള്ള തരത്തിലുള്ള ചില ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് കവർ ചെയ്യുക എന്നുള്ളത് കൂടിയാണ് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് നിയമസഭാ മാർച്ച് അതുമായി ബന്ധപ്പെട്ട് നടത്തും. തൊഴിലുറപ്പ് പദ്ധതിയിൽ കേന്ദ്രത്തിനെതിരെ സമരം നടത്തും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇതിനിടയിൽ കൂടി ആ കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട്. കാരണം BJP കുറച്ചുകൂടി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള കാര്യത്തിൽ ഒരു ധാരണയില്ലാത്തതുകൊണ്ട് കേന്ദ്രത്തിനെതിരെ കൂടി പ്രവർത്തനങ്ങളിലേക്ക് കടക്കുക എന്നൊരു ലക്ഷ്യം കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ട്. അപ്പം ഇങ്ങനെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് വരെയുള്ള ഏതാണ്ട് ഒരു 3 മാസത്തേക്കുള്ള പ്രത്യേക ആക്ഷൻ പ്ലാനാണ് കോൺഗ്രസ് തയ്യാറാക്കിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച എല്ലാ കോൺഗ്രസ് പ്രതിനിധികളുടെയും സംഗമം പ്രധാന പരിപാടിയായി കാണുന്നു. മെഗാ പഞ്ചായത്ത് എന്ന പേരിൽ നടക്കുന്ന സംഗമം 19-നാണ് നടക്കുക. രാഹുൽ ഗാന്ധിയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഫെബ്രുവരി 6-ന് സതീശൻ നയിക്കുന്ന UDF സംസ്ഥാന ജാഥയുണ്ട്. പഞ്ചായത്ത് മണ്ഡലം തലങ്ങളിൽ നിശ ക്യാമ്പുകൾ നടത്താൻ മാർഗരേഖയിൽ നിർദ്ദേശമുണ്ട്. ഒപ്പം തന്നെ ബൂത്ത് പ്രസിഡന്റുമാരുടെയും ഏജന്റുമാരുടെയും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥികളുടെയും അസംബ്ലി തല യോഗങ്ങൾ 15-16 തീയതികളിലൊക്കെയായി സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് ഭരണം പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക. ഓരോ മണ്ഡലത്തിലെയും ജയസാധ്യത റിപ്പോർട്ട് നമുക്കറിയാം. സുനിൽ കനകോലു കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചിരുന്നു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ആരായിരിക്കണം, LDFന്റെ സിറ്റിംഗ് സീറ്റുകളിൽ എത്രത്തോളം ജയസാധ്യതയുണ്ട് എന്നതടക്കമുള്ള വിശദമായ ഒരു പഠന റിപ്പോർട്ടാണ് സുനിൽ കനകോലു വയനാട്ടിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ കനകോലുവിന്റെ തന്ത്രങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, അദ്ദേഹം കർണാടക ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും പയറ്റിയിട്ടുള്ള ചില കാര്യങ്ങൾ തെലങ്കാനയും കർണാടകയും ഇവിടെയും മാതൃകയാക്കും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അവിടെ എന്തൊക്കെ രീതിയിലാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടേക്കും കൊണ്ടുവരും എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊന്ന് സമൂഹ മാധ്യമ ഇടപെടലാണ്. സമൂഹ മാധ്യമം പല രീതിയിൽ ആളുകളെ സ്വാധീനിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാനുള്ള ഒരു സാധ്യത ഈ തെരഞ്ഞെടുപ്പിലുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊന്ന് ഈ കടക്കുപുറത്ത് എന്നുള്ള പിണറായിയുടെ തന്നെ ആ വാക്കുകൾ, അല്ലെങ്കിൽ ആ ഒരു അത് വലിയ വിവാദമായിട്ടുള്ള 2 വാക്കുകളാണ്. അപ്പോൾ ആ കടക്കുപുറത്ത് പ്രചാരണ ആയുധമാക്കും എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. നമുക്ക് കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ പ്രൊഫൈലുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അവർ ഈ കടക്കുപുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് LDF സർക്കാരിനോട് പുറത്തു കടക്കാനുള്ള ആഹ്വാനം, ഇല്ലെങ്കിൽ ആ രീതിയിൽ അതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിണറായിയുടെ തന്നെ വാക്കെടുത്തുകൊണ്ട് പ്രചാരണത്തിലേക്ക് കടന്നിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി നമുക്കറിയേണ്ടത് LDF എങ്ങനെ ഒരുങ്ങുന്നു എന്നുള്ളതാണ്. LDFന്റെ ചില ഒരുക്കങ്ങൾ, ചില മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രമുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. പൊതുവെ ചില തീരുമാനങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ LDF എടുത്തിരുന്നു. കാരണം 2 തവണയിലധികം മത്സരിക്കാൻ പാടില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചില വിട്ടുവീഴ്ചകൾക്ക് സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് LDF നിയമസഭാ തെരഞ്ഞെടുപ്പിനായി ഒരുങ്ങുന്നതെന്ന് അറിയാം. സൈനുലാബ്ദീൻ വിവരങ്ങൾ നൽകാം. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിന്റെ ആരവം മുറുകിക്കഴിഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2-3 മാസങ്ങൾക്കകം ഉണ്ടാകും. ഒരുപക്ഷെ ഏപ്രിൽ പകുതിയോടുകൂടി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഒരു മാർച്ച് ആദ്യവാരമോ അല്ലെങ്കിൽ 2ാമത്തെ ആഴ്ചയോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കുകയും ചെയ്യും. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അതിൻ്റെ ഒരുക്കങ്ങളിലാണ് നിലവിലുള്ളത്. സംസ്ഥാനത്തെ ഒരുക്കങ്ങൾ ഏകദേശം പൂർത്തീകരിക്കുന്നു. സംസ്ഥാന പോലീസ് മേധാവി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുമായുള്ള യോഗം, ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥ തലത്തിലുള്ള യോഗം തുടങ്ങിയവ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. രാഷ്ട്രീയ പാർട്ടികളിൽ മറിച്ച് ഒന്നുമല്ല നടക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളിൽ തന്നെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിൻ്റെ ആരവം മാറുന്നില്ല. അതിനുള്ളിൽ തന്നെ 3 മുന്നണികളും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളിലേക്ക് പോകുന്നു. ഇപ്പോൾ ലക്ഷ്യ 100 എന്നൊക്കെ പറഞ്ഞ് UDF ഒരു ക്യാമ്പ് വയനാട്ടിൽ നടത്തിയിരുന്നു. അവർ 100 സീറ്റ് ലക്ഷ്യം വെച്ചാണ് അവർ മുന്നോട്ട് പോകുന്നത്.
BJP NDA അവരും പരമാവധി സീറ്റുകൾ പിടിച്ചെടുക്കുക കേരളത്തിൽ എന്ന ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങളാണ് അവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ട ഇടതുമുന്നണി എന്താണ് പ്ലാൻ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. പക്ഷേ അവർ അടിത്തട്ടിലുള്ള പ്രവർത്തനം തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആരവം തീരുന്നതിന് മുമ്പ് തന്നെ അടിത്തട്ടിൽ അണികളെ ഇളക്കാൻ വേണ്ടിയുള്ള ചില പ്രചരണ പരിപാടികൾ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വേഗത്തിൽ തന്നെ കടക്കുമോ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത് വേഗത്തിൽ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കളം നിറയുക എന്നുള്ള രീതി ഇത്തവണയും ഉണ്ടാകും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേതുപോലെ 2 ടേം വ്യവസ്ഥ അത് കർശനമായി നടപ്പാക്കില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. നേതാക്കന്മാരോട് സംസാരിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് അതിൻ്റെ ചില വിവരങ്ങൾ പുറത്തു വരുന്നത്. കാരണം പുതിയ ഒരാളെ കൊണ്ടുവന്ന് മണ്ഡലത്തിൽ പരിചയപ്പെടുത്തി അവിടെ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് സമയം വേണം. പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു സമയമില്ല. ഒരു ബലപരീക്ഷണത്തിന് അങ്ങനെ നിന്നു കൊടുക്കാൻ ഇടതുമുന്നണി തയ്യാറുമല്ല. അതുകൊണ്ട് പഴയ സ്ഥാനാർത്ഥി തന്നെ സിറ്റിംഗ് MLA തന്നെ മത്സരിക്കട്ടെ എന്ന നിലപാടിലേക്ക് എത്തിച്ചേരുകയാണ്. അത് എല്ലാവരും എന്ന് ചോദിച്ചാൽ LDFനുള്ള എല്ലാ MLAമാരും സിറ്റിംഗ് MLAമാരും ആണോ എന്ന് ചോദിച്ചാൽ അതുണ്ടാവില്ല. ചെറിയ ചില മാറ്റങ്ങൾ, അല്ലാതെ മൊത്തത്തിലുള്ളൊരു മാറ്റം അങ്ങനെ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് അതാണ് സിറ്റിംഗ് MLAമാരുടെ കാര്യത്തിൽ പോലും ചർച്ചകൾ സജീവമായി നടക്കുന്നതേ ഉള്ളൂ. ആരൊക്കെയായിരിക്കും വീണ്ടും മത്സരിക്കുക എന്നൊന്നും തീരുമാനമായിട്ടില്ല. എന്തായാലും ആ ചർച്ചകളും കോൺഗ്രസിനൊപ്പം തന്നെ എത്തിക്കാൻ ശ്രമിക്കും. പ്രചാരണം വളരെ വേഗത്തിലാക്കാൻ LDFന്റെയും ശ്രമം നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ BJPയും അതേ ശ്രമങ്ങളിലേക്ക് കൂടുതൽ, അതായത് ശക്തി കേന്ദ്രങ്ങളിൽ കൂടുതൽ ശക്തിപ്പെടുക എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്.